ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര രാജീവരുമായി ബന്ധപ്പെട്ട മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ ബോധ്യം വന്നിരിക്കുന്നു. അന്വേഷണം കണ്ഠര രാജീവിലേക്കും തന്ത്രി കുടുംബത്തിലേക്കും നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായ വെളിപ്പെടുത്തലുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പിന്നീട് മുരാരി ബാബുവിനെയും എ വാസുവിനെയും തൊട്ടടുത്ത് തന്നെ പത്മകുമാറിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നിലച്ചിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. വമ്പൻ സ്രാവുകളും തിമിംഗലങ്ങളും അന്വേഷണ സംഘത്തിന്റെ വലയിൽ അകപ്പെടാൻ പോകുന്നതേയുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഞെട്ടിത്തെറിക്കുന്ന, കേരള രാഷ്ട്രീയം ഭയന്ന് വിറയ്ക്കുന്ന അറസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഉന്നത നേതാക്കന്മാരെ കൈവിലങ്ങ് വെച്ച് ജയിലറയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കേരളീയ സമൂഹത്തിന് കാണാൻ കഴിയും. കലിയുഗവരതനായ അയ്യപ്പന് ഭക്തർ കാണിക്കയായി അർപ്പിച്ച സ്വർണം മോഷണം നടത്തി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയും ഈ മോഷണത്തിന് ഒത്താശ ചെയ്ത ആളുകളുടെ പക്കലേക്ക് പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പങ്കുപറ്റിയ പണം വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മോഷണത്തിന് ഒത്താശ ചെയ്തു നൽകിയ ആളുകൾ ഓരോരുത്തരെയായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ലോക്കപ്പിൽ അടയ്ക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ പ്രതികൾക്കാർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന അതേ സാഹചര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന CPM-ന്റെ ഒരു പ്രധാന നേതാവിനെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം DYFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MLA കൂടിയായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് സംസ്ഥാന സർക്കാരിന്റെ ഗതികേടാണ്. കാരണം ആഭ്യന്തര വകുപ്പ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന ഭയത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി മുന്നോട്ട് പോകുന്നതും ഇത്തരം കള്ളന്മാരെ, കലിയുഗവരതനായ കാനനവാസനായ അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ കൈവിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് നീക്കുന്നത്. എന്തായാലും 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സ്വർണ്ണ കളവിൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണമോഷണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അയ്യപ്പന്റെ മുതൽ കട്ടവർ ആരാണെന്നറിയാൻ. തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അയ്യപ്പന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞ അയ്യപ്പനതിന് പരിഹാരമുണ്ടാക്കിയതിന്റെ ഭാഗമായി ഭക്തർ അയ്യപ്പന് കാണിക്കയർപ്പിച്ച സ്വർണമാണ് ഇത്തരത്തിൽ മുരാരി ബാബുവിനെ പോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ, N വാസുവിനെ പോലെ, എ പത്മകുമാറിനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ തങ്ങളുടെ പോക്കറ്റിലേക്ക് മാറ്റിയത്. ഇത്തരം ആളുകളെ ഇനിയും തുറന്നു കാണിക്കാനുണ്ട്. ഉന്നത രാഷ്ട്രീയ പ്രമുഖരുടെ പിന്തുണയില്ലാതെ സന്നിധാനത്ത് ശബരിമലയിൽ ഇത്ര വലിയ ഒരു കൊള്ള നടത്താൻ കഴിയില്ലെന്ന വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോവുകയാണ്. ഈ ചോദ്യം ചെയ്യലും അറസ്റ്റും കൂടി നടക്കുമ്പോൾ പല പ്രമുഖരും ജയിലഴിക്കുള്ളിലാകും. വരാനിരിക്കുന്ന നാളുകൾ CPM-ന് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നേതാക്കന്മാർ ഓരോരുത്തരായി ജയിലിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ CPM-നെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ബാധിക്കുമെന്ന വ്യക്തമായ ബോധ്യം പാർട്ടിക്കുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വർണ്ണമോഷണത്തിന് അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഈ നിമിഷം വരെ പാർട്ടി തയ്യാറായിട്ടില്ല. പത്മകുമാറിനെ സംരക്ഷിക്കുകയാണ്. പത്മകുമാറിനെ പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാർ പലതും വിളിച്ചു പറയും. തുറന്നു പറഞ്ഞാൽ ഉന്നത നേതാക്കൾക്ക് ബാക്കിയുള്ള കാലം ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്നത്.